ഇത് കർലാട് ലേക്കിൻ്റെ അടുത്തുള്ള റിസോർട്ടിൽ ഞാൻ പോയതാണ് കേട്ടോ, ഫാമിലി ആയിട്ട്. നല്ലൊരു വൈബ് കിട്ടിയൊരു റിസോർട്ടായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് കളിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. സ്വിമ്മിംഗ് പൂൾ വരുന്നത് ടോപ്പിലാണ് വരുന്നത്, മുകളിലാണ് വരുന്നത് സ്വിമ്മിംഗ് പൂളിൻ്റെ വൈബ് അടിപൊളിയാണ്. പിന്നെ അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്, തട്ടായിട്ടുള്ള നല്ല പച്ചപ്പുള്ള ഒരു കുന്നിൻ്റെ മുകളിലേക്കുള്ള ഒരു എന്താ പറയുക വില്ല ടൈപ്പ് റിസോർട്ടാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, മക്കൾക്ക് കളിക്കാനും എല്ലാ സൗകര്യങ്ങളുള്ള ഒരു റിസോർട്ടാണ്. പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കായലുണ്ട്. കായലിൽ നമുക്ക് സർഫ് ചെയ്യാൻ പറ്റും, അതേപോലെ കയാക്കിങ് നടത്താൻ പറ്റും. അപ്പോൾ ഞങ്ങൾ കയാക്കിങ് നടത്തിയിരുന്നു. ഒരു റിസോർട്ടിലാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ഫസ്റ്റ് നിങ്ങളോട് പറയാം കർലാട് ലേക്കിൻ്റെ അടുത്ത് പോയിക്കൊന്ന്. കാരണം ആ റിസോർട്ടിൻ്റെ വൈബും അതേപോലെ തന്നെ കായലും തൊട്ടടുത്തുള്ളതുകൊണ്ട് നമുക്ക് സർഫിങ് നടത്താൻ പറ്റും. മൊത്തമായിട്ട് നമുക്കൊന്ന് അടിച്ച് പൊളിച്ച് 2 ദിവസം നമുക്ക് പോരാൻ പറ്റും. നമ്മുടെ മൈൻഡൊക്കെ സെറ്റാക്കി ഫ്രഷ് മൈൻഡോട് കൂടി ഇവിടുന്ന് ഇറങ്ങാൻ പറ്റും. ഒരു മലയാളി നടത്തുന്നതാണ് റിസോർട്ട്. അപ്പോൾ അവരുടെ നമ്പർ എൻ്റെ അടുത്തുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റെക്കമെൻഡ് ചെയ്ത് തരാം. ഓക്കെ, മക്കളൊക്കെ വേറെ ലെവലിലാണ് ഇവിടുന്ന് പോയത്. അപ്പോൾ എല്ലാവരും ഈ റിസോർട്ടിൽ വരാൻ ശ്രമിക്കുക. കാരണം വയനാട്ടിൽ 1-2 റിസോർട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കർലാട് ലേക്കിൻ്റെ അടുത്തുള്ള ഇവിടുത്തെ റിസോർട്ട്. കാരണം കായലിൻ്റെ ഭംഗിയും കായലിൻ്റെ അടുത്ത് നമുക്ക് നല്ല നല്ല വീഡിയോസും അതേപോലെ സർഫ് ചെയ്യാൻ പറ്റും, കയാക്കിങ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം നിങ്ങൾ ഈ റിസോർട്ട് നോക്കുക.